സോയാ ചങ്ക്സ് എങ്ങനെ ടേസ്റ്റിൽ ഉണ്ടാക്കാമെന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വലിയ സവാള വേണം, 2 തക്കാളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം. സോയാ ചങ്ക്സ് കുക്കറിൽ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പൊക്കെ ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാലേ അതിനകത്ത് ആ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. എന്നിട്ട് ഒരു ചട്ടിയിൽ നമ്മുടെ ഈ അരിഞ്ഞു വെച്ച സവാള, തക്കാളി, പച്ചമുളക് ഇട്ട എന്തൊന്ന് വാടി വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ഇടുക. ഞാൻ അങ്ങനെയാണ് ഇട്ടത്. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ പൊടികൾ ഇടാം. മുളക് പൊടി, മല്ലിപ്പൊടി 2 സ്പൂൺ ഇട്ടു, പിന്നെ ഗരം മസാല ഇട്ടു, പിന്നെ ചിക്കൻ മസാല ഇട്ടു, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ടു, ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നല്ലോണം ഈ മസാല ഒന്ന് ഉടച്ചുടച്ച് കൊടുക്കുക. കരിയാണ്ട് നോക്കണം. ആ കരിഞ്ഞ് പിടിച്ചത് ശരിക്കും ആ മസാല കരിഞ്ഞു പിടിച്ചതാണ്, പക്ഷെ കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വന്നിട്ടില്ല കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ചെറു ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കുക, കുറച്ചിട്ടാൽ മതി. ഇനി ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന സോയാ ചങ്ക്സ് ഇടുക, മല്ലിയില ഇടുക. ഇനി അധികം വേവിക്കണ്ട, അടച്ചു വെച്ച് ഒന്ന് വെച്ചാൽ മതി. ഇത് ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ.